നമസ്കാരം. എത്ര നാളായി നമ്മൾ ഈ നാടകം കാണുന്നു. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ശമ്പളം കൊടുക്കാൻ പണമില്ല, ഖജനാവിലാണെങ്കിലോ ചില്ലി കാശില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി കണ്ണീരൊഴുക്കുകയായിരുന്നു. അതിന്റെ ഫലമായി ഇക്കഴിഞ്ഞ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവർക്ക് വോട്ടിലൂടെ കനത്ത തിരിച്ചടി നൽകി. UDFനെ ഭരണത്തിലേറ്റുകയും ചെയ്തു. പക്ഷേ ഭരണം മാറിയതുകൊണ്ട് മാത്രം കാര്യങ്ങൾ മാറുന്നുണ്ടോ? സ്വന്തം മൂക്കിന് താഴെ വന്നു ചേർന്ന ചുരുങ്ങിയത് 50 കോടിയിലധികം രൂപയുടെ പച്ചയായ വരുമാനമാണ് വെറും കെടുകാര്യസ്ഥതയും ശുദ്ധമായ നിസ്സംഗതയും കാരണം വിഴിഞ്ഞത്തില്ലാതായതെന്ന് ഓർക്കുമ്പോൾ ഏത് മലയാളിക്കാണ് രക്തം തിളയ്ക്കാതിരിക്കുക? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പേരിൽ രാഷ്ട്രീയ അടിയും നാടകങ്ങളും കൊഴിപ്പിക്കാൻ രണ്ട് മുന്നണികളും കാണിക്കുന്ന ആവേശത്തിന്റെ ഒരു 10% സംസ്ഥാനത്തിന്റെ വലിയ വരുമാനം നേടിത്തരുമായിരുന്ന ക്രൂ ചേഞ്ചിങ് സംവിധാനം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ ഇതാകുമായിരുന്നു. അത്രമാത്രം ദയനീയമായാണ് മുൻ ഭരണകൂടം പരാജയപ്പെട്ടത്. ഇപ്പോൾ അധികാരത്തിലേറിയ UDF ആകട്ടെ വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ സാധ്യതകളെ തുടക്കം മുതൽ തല്ലിക്കെടുത്തിയ ചരിത്രമുള്ളവരാണ്. ഈ ഇരട്ടത്താപ്പും വഞ്ചനയും കാണുമ്പോൾ ഇതിലും വലിയൊരു ദുരന്തം ഈ നാടിന് വരാനില്ല എന്ന് തോന്നിപ്പോകുന്നു. 2015 UDF ഭരണകാലത്ത് വിഴിഞ്ഞം പദ്ധതിക്കായി ഒപ്പിട്ട കരാറുകളിലെ അപാകതകളും ദീർഘവീക്ഷണമില്ലാത്ത നയങ്ങളുമാണ് ഈ തുറമുഖത്തിന്റെ ഇന്നത്തെ പല വലിയ പ്രതിസന്ധികൾക്കും അടിസ്ഥാന കാരണം. പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ വെറും രാഷ്ട്രീയ തർക്കങ്ങളും സുതാര്യമില്ലായ്മയും കൊണ്ട് വിഴിഞ്ഞത്തെ വിവാദക്കടലാക്കി മാറ്റാനാണ് UDF ശ്രമിച്ചത്. അന്ന് അവർ കാണിച്ച ആർജവമില്ലായ്മയും മെല്ലെപ്പോക്കും കാരണമാണ് തുറമുഖത്തിന്റെ പല പ്രധാന അനുമതികളും ആദ്യഘട്ടത്തിൽ തന്നെ അനന്തമായി നീണ്ടുപോയത്. വിഴിഞ്ഞത്തെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനോ ഭാവിയിൽ വരാവുന്ന ക്രൂ ചേഞ്ചിങ് പോലെയുള്ള വലിയ സാധ്യതകളെ മുന്നിൽ കണ്ട് ഇമിഗ്രേഷൻ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ഭൂമിയും അടിസ്ഥാന സൗകര്യങ്ങളും മാറ്റിവെക്കാനോ അന്ന് UDF നേതൃത്വം തയ്യാറായില്ല. ഭരണം കിട്ടുമ്പോൾ വികസനത്തിന്റെ പേരിൽ വെറും വാചക കസർത്ത് നടത്തുകയും പ്രതിപക്ഷത്തിരുന്നപ്പോൾ വികസന പദ്ധതികളെ തകർക്കാൻ വേണ്ടി അനാവശ്യ സമരങ്ങളെ ഇരുതിയിൽ എണ്ണയൊഴിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത UDFന്റെ ഈ ഇരട്ടത്താപ്പ് എത്രയോ ജനങ്ങൾ നേരിട്ട് കണ്ടതാണ്. കോവിഡ് കാലത്തെ സവിശേഷവും അടിയന്തരവുമായ സാഹചര്യം കണക്കിലെടുത്ത് വിഴിഞ്ഞം ഔട്ടർ ആങ്കറേജിൽ ക്രൂ ചേഞ്ചിങ് നടത്തുന്നതിന് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക അനുമതി നൽകിയിരുന്നു. ഇത് കേരളത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന തുറമുഖമായതുകൊണ്ട് തന്നെ ആഗോളതലത്തിലുള്ള വൻകിട കപ്പലുകൾക്കെല്ലാം വളരെ എളുപ്പത്തിലും സുരക്ഷിതമായും വന്ന് ജീവനക്കാരെ മാറ്റാൻ കഴിയുന്ന ഒരേയൊരു താവളമായി വിഴിഞ്ഞം വളരെ പെട്ടെന്ന് മാറി. ഈ സംവിധാനം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ തന്നെ 10 കോടിയോളം രൂപയാണ് നേരിട്ടുള്ള റവന്യൂ വരുമാനമായി സംസ്ഥാന ഖജനാവിലേക്ക് ഒഴുകിയെത്തിയത്. ഇത് കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ വലിയൊരു പ്രതീക്ഷയാണ് നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ തീരുമാനം കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ സംസ്ഥാനത്തിന് സ്ഥിരമായ ഒരു വരുമാന സ്രോതസ്സായി ഇത് മാറുമായിരുന്നു. എന്നാൽ ഈ സാധ്യതയെക്കുറിച്ച് നിയമസഭയിലോ പൊതുവേദികളിലോ ഒരക്ഷരം പോലും മിണ്ടാതെ മുൻ സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ അന്ന് പ്രതിപക്ഷത്തിരുന്ന UDF പൂർണ്ണമായും ഒളിച്ചോടുകയാണ് ചെയ്തത്. ഇതിലും വലിയൊരു നാണക്കേട് വേറെന്തുണ്ട്? തുടർന്ന് വന്ന LDF സർക്കാരിന്റെ കാലത്ത്, അതായത് 2022 ജൂലൈ വരെ വിജയകരമായി തുടർന്ന ഈ പ്രക്രിയ പിന്നീട് സുരക്ഷാ കാരണങ്ങളും കോവിഡ് പ്രോട്ടോകോൾ അവസാനിച്ചത് മുൻനിർത്തി ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ താൽക്കാലികമായി റദ്ദാക്കുകയാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര തലത്തിൽ കപ്പൽ ജീവനക്കാരുടെ കൈമാറ്റം നടത്തുമ്പോൾ കൃത്യമായ ഇമിഗ്രേഷൻ സംവിധാനങ്ങളും അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതുണ്ട്. അതിനായി വിഴിഞ്ഞത്ത് ഒരു ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് പദവി നേടിയെടുക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് കേന്ദ്ര ഏജൻസികൾ കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേന്ദ്രം ആവശ്യപ്പെട്ട ഈ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിലും അതിനായുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിലും അന്ന് അധികാരത്തിലിരുന്ന LDF സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടു. ഒരു സാധാരണ ഓഫീസ് സംവിധാനം പോലും ഒരുക്കാൻ കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ലജ്ജ തോന്നുന്നു. ഈ പരാജയത്തെ ചോദ്യം ചെയ്യാനോ അടിയന്തരമായി ചെക്ക് പോസ്റ്റ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനോ പ്രതിപക്ഷമായിരുന്ന UDFും തയ്യാറായില്ല. കാരണം വിഴിഞ്ഞത്തിന്റെ വികസനം പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമായാൽ അതിന്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിലെ BJP സർക്കാരിന് ലഭിക്കുമെന്ന അസൂയയും ഭയവുമാണ് UDFനെയും LDFനെയും ഒരുപോലെ ഭരിക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ പൊതുവികസനത്തെയും സാധാരണക്കാരുടെ തൊഴിലിനെയും ബലി കൊടുക്കുന്ന ഈ നാണം കെട്ട നിലപാടാണ് ഇരു മുന്നണികളും ഇപ്പോഴും തുടരുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ദീർഘവീക്ഷണവും ആത്മാർത്ഥതയും ഇവിടുത്തെ LDF UDF മുന്നണികൾക്കില്ലാത്തതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. വിഴിഞ്ഞത്ത് സ്ഥിരമായി ഒരു ക്രൂ ചേഞ്ചിങ് സംവിധാനം പുനരാരംഭിച്ചിരുന്നുവെങ്കിൽ അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുമായിരുന്നു.
തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വിഴിഞ്ഞം തുറമുഖത്തിന് തൊട്ടടുത്ത് തന്നെയുള്ളതിനാൽ കപ്പൽ ജീവനക്കാർക്ക് ലോകത്തിന്റെ ഏത് കോണിലേക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് വിഴിഞ്ഞത്തെ ആഗോളതലത്തിലുള്ള ഏറ്റവും വലിയ ക്രൂ ചേഞ്ചിങ് ഹബ്ബാക്കി മാറ്റാൻ പ്രാപ്തമായ അനുകൂലമായ ഒരു ഘടകമാണ്. ഹോട്ടൽ വ്യവസായം, ടാക്സി സർവീസുകൾ, ലോജിസ്റ്റിക്സ് മേഖല തുടങ്ങി ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് തൊഴിലും വരുമാനവും ലഭിക്കേണ്ട വലിയൊരു വിപണിയാണ് മുൻ LDF സർക്കാരിന്റെ കണ്ണു തുറക്കാത്ത നയവും UDFന്റെ നിസ്സംഗതയും കാരണം ഇല്ലാതായത്. എന്തൊരു കഷ്ടമാണിതെന്ന് നോക്കൂ. അടിയന്തര ആരോഗ്യ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ക്രൂ ചേഞ്ചിങ്ങിന് പ്രത്യേക അനുമതിയുള്ളത്. കഴിഞ്ഞ വർഷം വിഴിഞ്ഞത്തെത്തിയ ഒരു കപ്പലിലെ ജീവനക്കാരന് അടിയന്തര വൈദ്യസഹായം നൽകേണ്ടി വന്നപ്പോൾ സ്വകാര്യ കമ്പനി വലിയ തുകയാണ് ഈടാക്കിയത്. എന്നാൽ മാരിടൈം ബോർഡിന് കീഴിലുള്ള വിഴിഞ്ഞം പോർട്ടിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൃത്യമായ ഏകോപനത്തോടെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് യാഥാർത്ഥ്യമാക്കി ഒരു ക്രൂ ചേഞ്ചിങ് പുനരാരംഭിച്ചിരുന്നുവെങ്കിൽ കപ്പൽ കമ്പനികൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഈ സേവനം ലഭ്യമാക്കാമായിരുന്നു. ഇത് വിഴിഞ്ഞത്തിലേക്ക് കൂടുതൽ കപ്പലുകളെ ആകർഷിക്കുകയും സംസ്ഥാനത്തിന് വലിയ വരുമാനം നൽകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കേന്ദ്ര വികസന പദ്ധതികളോട് എപ്പോഴും നിഷേധാത്മക നിലപാട് സ്വീകരിച്ച മുൻ ഭരണകൂടം ഈ ഫയലുകളെല്ലാം ചുവപ്പ് നാടയിൽ കെട്ടിവെച്ചു. ഇപ്പോൾ ഭരണത്തിലേറിയ UDF ആകട്ടെ അവരുടെ സ്ഥിരം ശൈലിയിലുള്ള ഗ്രൂപ്പ് വഴക്കുകളിലും അധികാര തർക്കങ്ങളിലും മന്ത്രിസ്ഥാനം വീതം വെക്കുന്നതിലും മുഴുകിയിരിക്കുകയാണ്. വിഴിഞ്ഞത്തിന്റെ കാര്യം നോക്കാൻ ആർക്കാണ് ഇവിടെ സമയം? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വികസന നായകർ ചമയുന്ന LDFും UDFും ഇത്തരം വലിയ വരുമാന നഷ്ടങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. സ്വന്തം പരാജയങ്ങളും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും മറച്ചുവെക്കാൻ എപ്പോഴും കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ മുന്നണികളുടെ ഇരട്ടത്താപ്പ് ഇനി ജനങ്ങൾ അന്ധമായി വിശ്വസിക്കില്ല. വിഴിഞ്ഞത്തിന്റെ അനന്ത സാധ്യതകളെ ചുവപ്പ് നാടയിൽ കെട്ടി ശ്വാസം മുട്ടിച്ച മുൻ ഭരണകൂട സമീപനത്തിന്റെ തുടർച്ച പുതിയ UDF സർക്കാരിൽ നിന്നും ഉണ്ടായാൽ ശക്തമായ ജനവികാരം ഉയർന്നുവരുമെന്ന് ഉറപ്പാണ്. വികസന വിരുദ്ധമായ ഇത്തരം നിലപാടുകൾ മാറ്റാൻ പുതിയ ഭരണാധികാരികൾ തയ്യാറാകാത്ത പക്ഷം കേരളത്തിന്റെ ഭാവി കൂടുതൽ ഇരുളടഞ്ഞതാകും. ഈ വിഷയത്തിൽ വസ്തുതകൾ പരിശോധിച്ചാൽ ഇരുമുന്നണികളുടെയും ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകൾ ഒന്നൊന്നായി പുറത്തുവരും. ഒരു അന്താരാഷ്ട്ര പോർട്ട് കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം ഉത്തരവാദിത്തം പോലും കാണിക്കാത്തവരാണ് ഇന്ന് വലിയ വികസനവാദികളായി രംഗത്ത് വരുന്നത്. കടൽ തീരത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഇമിഗ്രേഷൻ വിഭാഗത്തിന് ആവശ്യമായ ഓഫീസ് സംവിധാനങ്ങൾ വേഗത്തിൽ ഒരുക്കാനും സംസ്ഥാന മാരിടൈം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. 2023 ജൂണിൽ തുറമുഖത്തിന് അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുള്ള ISPS കോഡ് ലഭിച്ചിട്ടും ഔട്ടർ ആങ്കറേജിൽ ക്രൂ ചേഞ്ചിങ് പുനരാരംഭിക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടികൾ വേഗത്തിലാക്കാൻ ഇവിടെ ആരും ശ്രമിച്ചില്ല. കേന്ദ്ര ഏജൻസികൾ നിരന്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അതിനെയെല്ലാം രാഷ്ട്രീയമായി മാത്രം കണ്ട് അവഗണിക്കുകയാണ് ഇവിടുത്തെ സിസ്റ്റം ചെയ്തത്. ഇതിന്റെ ഫലമായി വിഴിഞ്ഞം വഴി ഉണ്ടാകേണ്ടിയിരുന്ന പ്രാദേശിക സാമ്പത്തിക ഉണർവ് പൂർണ്ണമായും തടസ്സപ്പെട്ടു. ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുമായിരുന്ന ഒരു മേഖലയെയാണ് ഈ അനാസ്ഥ വഴി ഇല്ലാതാക്കിയത്. കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നൽകിയ ഇത്തരം സുവർണാവസരങ്ങൾ തച്ചുടയ്ക്കുന്നവർക്ക് വരും നാളുകളിൽ ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുക തന്നെ ചെയ്യും. ഇനിയെങ്കിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പരസ്പര പഴിചാരലുകളും നിർത്തിവെച്ച് യഥാർത്ഥ വികസനത്തിന് പുതുതായി വന്ന UDF സർക്കാർ മുൻഗണന നൽകുമോ എന്ന് കാത്തിരുന്നു കാണണം. കേന്ദ്രത്തിലെ BJP സർക്കാർ നടപ്പിലാക്കുന്ന വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളെ വെറുതെ എതിർക്കുന്ന രീതി ഇരു മുന്നണികളും അവസാനിപ്പിക്കണം. വിഴിഞ്ഞം പദ്ധതിയുടെ ആരംഭം മുതൽ അതിനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച UDFും പിന്നീട് ഭരണം കിട്ടിയപ്പോൾ അത് അലംഭാവത്തോടെ കൈകാര്യം ചെയ്ത LDFും ഒരുപോലെ ജനങ്ങളോട് ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ മണ്ണിൽ നിന്നും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഇത്തരം മികച്ച പദ്ധതികളെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവാണ്. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം മാറ്റിയെടുക്കാൻ വിഴിഞ്ഞം പോലുള്ള സ്വന്തം പദ്ധതികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനായി രാഷ്ട്രീയത്തിന് അതീതമായ ചിന്തയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് സഹകരിച്ചു പോകാനുള്ള ആർജവവുമാണ് സംസ്ഥാന നേതൃത്വങ്ങൾ കാണിക്കേണ്ടത്. അധികാരത്തിലെത്തി UDF സർക്കാരെങ്കിലും ഈ അലംഭാവം തിരുത്തി മുന്നോട്ടു പോകുമോ അതോ പഴയതുപോലെ നാടിനെ പിന്നോട്ടടിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.